എപ്പോഴെങ്കിലും കുട്ടിയും കോലും കളിച്ചിട്ടുണ്ടോ ഗിന്നസ് ബുക്കിൽ? കുട്ടിയും കോലും കളിച്ചിട്ടുമുണ്ട്, അതിൻ്റെ അടി മേടിച്ചിട്ടുമുണ്ട്. എന്താ ഒന്ന് പറഞ്ഞേ, കുട്ടിയും കോലും എങ്ങനെയാണ് കളിക്കുന്നത്? കുട്ടിയും കോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ കേരള ക്രിക്കറ്റ് എന്ന് പറയാം. കുട്ടിയും കോലും കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. കൂട്ടുകാരൊത്ത് കളിച്ച സമയത്ത് എപ്പോഴോ ഒരിക്കൽ ഈ കുട്ടി വന്നെൻ്റെ നെറ്റിയിൽ വന്ന് കൊണ്ടു, അങ്ങനെ ചെറിയ മുറിവുണ്ടാക്കി. അന്ന് ആ മുറിവ് എൻ്റെ മനസ്സിലങ്ങനെ കിടന്ന് കുട്ടിയും കോലും കളിച്ചിട്ട് അങ്ങനെ ഒരു മുറിവുണ്ടായല്ലോ. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ ചെയ്തപ്പോൾ ആ സിനിമയുടെ പേര് മലയാളത്തിലാവണമെന്നും അത് രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്നതാവുമ്പോൾ ഒരാൾക്ക് കുറച്ച് ഉയരമുള്ള ആൾ കോലും ഉയരം കുറഞ്ഞ ആൾ കുട്ടിയാവണമെന്നും യാദൃശ്ചികമായിട്ട് വന്നതാണ്. എന്തായാലും ഈ പേര് വളരെ കൗതുകം ഉണ്ടാവും. അത് മാത്രമല്ല, ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊരു അറിവാണ്, പുത്തൻ അറിവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഞാൻ എടുക്കാൻ കാരണമായത്. ഇപ്പോൾ സംവിധായകനായിട്ട് ഗിന്നസ് പദവി സ്വന്തമാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗിന്നസ് ബക്രു ആണോ? ഒരിക്കലും ഒരു ഗിന്നസ് പദവിക്ക് വേണ്ടി സംവിധായകനായതല്ല. പക്ഷെ പദവിയിലൂടെ ഒരു ഗിന്നസ് കിട്ടുകയാണെങ്കിൽ അല്ല, നമ്മൾ നടന്നിങ്ങനെ പോകുന്നു, റെക്കോർഡുകൾ പുറകെ വരട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ എനിക്കൊരു ഗിന്നസ് അവാർഡ് നേടാൻ കുറച്ചും കൂടി നേരത്തെ ആവാമായിരുന്നു. കാരണം സംവിധായകനും ആകണം എന്നുള്ള ആഗ്രഹം കുറേ കാലം മുമ്പേ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. കുട്ടിക്കാലത്തൊക്കെ നാടകങ്ങളൊക്കെ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ മീഡിയയിലൊക്കെ പല പ്രോഗ്രാമുകളും നമ്മളുടെ സംവിധാനത്തിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ അതിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സ്ഫുരണമൊക്കെ. പക്ഷേ ഒരിടത്തും നമ്മൾ പേര് വെച്ചിട്ടില്ല. ഞാൻ ആരോടും സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നീട് വളരെ യാദൃശ്ചികമായിട്ട് ഒരിക്കൽ എൻ്റെ മനസ്സിലൊരു കഥയുണ്ടാവുകയും ഈ കഥ ഞാൻ ഏതെങ്കിലും ഒരു നല്ല സംവിധായകനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ പലരെയും കണ്ട സമയത്ത് ആദ്യം കണ്ട ആൾ മറ്റാരുമല്ല, നമ്മുടെ ഒരു എന്നാ പറയുന്നത്, എൻ്റെ കരിയറിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം തന്ന വിനയൻ സാറിനോട് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയും കോലിൻ്റെ കഥയുടെ ത്രെഡ് പറയുന്നത്. അപ്പോൾ ഞാൻ ത്രെഡ് പറഞ്ഞപ്പോൾ തന്നെ സാർ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് കേട്ടിട്ട് എന്നോട് പറഞ്ഞത്, കുട്ടി ഇത് നിനക്ക് സംവിധാനം ചെയ്തൂടെ, നീ വളരെ നന്നായിട്ട് കഥ പറയുന്നുണ്ട്, നീ പറയുന്നതിനകത്ത് ഒരു സംവിധായകൻ കഥ പറയുന്ന രീതിയിലാണ്. പഴയ പോലൊന്നും അല്ലടാ, ഇപ്പം മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ മുന്നിൽ ഇരുന്നാൽ മതി. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ ഇത്തി വരിഞ്ഞ് ഫ്രെയിമിലൊക്കെ നോക്കലും ക്രെയിനിൻ്റെ കൂടെ പോകലും ഒക്കെ. ഇപ്പോൾ അതുകൊണ്ട് നീ പഠിക്കണ്ട, അതിൻ്റെ അടുത്തിരുന്ന് ഒരു മൈക്കുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കും. ക്യാമറയോട് കൊടുത്ത് ചാടണ്ട. പക്ഷെ ഇപ്പോഴെങ്ങും അല്ല. അതെ, ഒരു 5 വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. അന്ന് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് കേട്ടതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സംവിധാന കല എന്താണെന്നും സംവിധായകന്മാർ സിനിമ എടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും പുതിയ പുതിയ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ സ്റ്റൈലുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിയാൻ ശ്രമിച്ചതും പിന്നെ സിനിമയുടെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ അപ്പോഴാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് ഒരു 5 വർഷത്തിന് ശേഷം ആരെയും അസോസിയേറ്റ് ചെയ്യാതെ സിനിമയുടെ പുറകെ ഒരുപാട് നടക്കാതെ അലയാതെ വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ കിട്ടി. ആക്ടിങ് കുട്ടികളിയാണോ? ഒരിക്കലല്ല, ആക്ടിങ് കുട്ടികളിയല്ല. ആക്ടിങ് വളരെ സീരിയസ് ആയിട്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിനിമ കുട്ടിക്കളിയാവുന്നത് എപ്പോഴാണ്? സിനിമ കുട്ടിക്കളിയാവുന്നത് സിനിമയ്ക്ക് ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു നല്ല കഥയില്ലാതെ, നല്ല തിരക്കഥയില്ലാതെ, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ നമ്മൾ ചാക്കിട്ട് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ആളെ വെച്ചിട്ട് നമ്മൾ ആ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കോംപ്രമൈസസ് ഉണ്ടാവും. വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും, സമയബന്ധിതമായിട്ട് അത് തീർക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് വലിയ പ്രൊഡ്യൂസർക്ക് ഒരു വലിയ ബാധ്യത ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടിക്കളിയുടെ ഭാഗമായിട്ട് മാറും. ഗിന്നസ് ബക്രു എന്നുള്ള ഡയറക്ടറിൻ്റെ അടുത്താണ് ഇനി എൻ്റെ 1-2 ചോദ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വലിയ ഡയറക്ടർക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താ സെറ്റിൽ? ഡയറക്ടർ വരുന്നത് ആരും കാണൂല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർക്ക് വണ്ടിയിലേക്ക് അധികം സ്ഥലം വേണ്ട, കുറച്ച് സ്ഥലവും കുറച്ച് ഭക്ഷണവും മതി. ഡിസഡ്വാൻറ്റേജ് എന്താ? നമ്മൾ ഓടിയെത്തലും അതുപോലെ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ള ചില ലൊക്കേഷൻസിലൊക്കെ നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നത്. കഴിയുന്നതും അല്ല, എക്സാമ്പിൾ അല്ല, ഒരുപാട് ആൾക്കാർക്ക് പണിയാവും, അത്രേ ഉള്ളൂ. അല്ലാണ്ടൊരു ഡിസഡ്വാൻറ്റേജ് ഇല്ല. കാരണം നമ്മളെ ചുമക്കുക എന്നുള്ളത് എടുത്തു പോക്കി അവിടെ കൊണ്ടുവന്ന് ഒരു ഇപ്പം മല കയറിയാണെങ്കിൽ അവിടെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതങ്ങനെയല്ലേ അവരെത്തിക്കും. കാരണം എന്തായാലും ക്രെയിൻ ചുമക്കുന്ന അത്രയും, അതുപോലെ ഒരു HMV ചുമക്കുന്ന അത്രയും വെയിറ്റ് ഇല്ല എനിക്ക്. അതുകൊണ്ട് അവരാരെങ്കിലുമൊക്കെ സഹായിച്ച് നമ്മൾ എന്തായാലും മോണിറ്ററിൻ്റെ മുമ്പിലെത്തും. അല്ലാണ്ട് വേറെ ഡിസഡ്വാൻറ്റേജ്, കാരണം എന്തും ചിന്തിക്കാമല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക്
ഒരുപാട് പരിമിതികളുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ വേഷം ചെയ്യാൻ പറ്റില്ല, ആഗ്രഹം ഉണ്ടെങ്കിലും. ഒരു IPS കാരൻ്റെ പറ്റില്ല. അതുപോലെ തന്നെയുള്ള ഒരുപാട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ SIയുടെ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജാണ്. പക്ഷേ എന്നിലെ സംവിധായകൻ അങ്ങനെയൊന്നുമില്ല, ആരെക്കൊണ്ടും എന്തും ചെയ്യിപ്പിക്കാം. പക്ഷേ അത് വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംവിധായകന് ദേഷ്യം വന്ന് ഞാൻ തൊപ്പി ഊരി പാക്കപ്പ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സംവിധായകൻ എത്ര തവണ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ തൊപ്പിയേ വെച്ചിട്ടില്ല, എന്നെ ഊരാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എത്ര തവണ ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്? 3-4 തവണ കയറിയിട്ടുണ്ട്. ഈ ആദ്യം അഭിനയിച്ച സിനിമയിൽ തന്നെ ആനപ്പുറത്ത് കയറി സ്കൂളിൽ വരുന്നൊരു സീനുണ്ട്. എന്നിട്ട് ഈ ആന തുമ്പിക്കൈ കൊണ്ട് നമ്മളെ പൊക്കിയെടുത്ത് ബെഞ്ചലിരുത്തും. അത് പറ്റുമെന്ന് ഡയറക്ടർ നോക്കിയിട്ട് ഈ ആനയ്ക്ക് അറിയത്തില്ലല്ലോ കാലെവിടെയാ തല എവിടെയാന്ന്. ആന ആദ്യം പൊക്കിയെടുത്തിട്ട് തല താഴ്ത്തി തിരിഞ്ഞു പോയി. ആന തുമ്പിക്കൈയിൽ ഇങ്ങനെ തപ്പിയെടുത്തിട്ട് പൊക്കിയെടുത്ത് താഴേക്ക് വെച്ചപ്പോൾ തല താഴെയും കാലും വീണു. ആനയ്ക്കറിയത്തില്ലല്ലോ. അപ്പോൾ അന്ന് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴോ ഈ ആനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ സമയത്താണ് ആരോ എന്നോട് പറഞ്ഞു, ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആനയ്ക്ക് അന്ന് ഞാൻ വിചാരിച്ചു ഈ ആനയ്ക്ക് ഇത്തിരി കാഴ്ചശക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അത് കാരണം നമ്മളെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഈ ഹൈറ്റ് ഉള്ളവരും വെയിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ പിടിക്കുകയുള്ളൂ, നമ്മളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കാലങ്ങളുടെ വഴിയൊക്കെ ഓടുകയും ഇതിനോട് ഭയങ്കര താല്പര്യവും സ്നേഹവും ഒക്കെ കാണിക്കുള്ളൂ. പിന്നെ ഒരു പേടിയില്ല, ഇപ്പോഴില്ല. ഇല്ല. അതുപോലെ ഈ പടത്തിൽ പോലും ഇതിനകത്ത് ആനപ്പാപ്പാനായിട്ട് അഭിനയിക്കുന്നത് നെൽസണാണ്. നെൽസൺ വളരെ രസമായിട്ട് തന്നെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നെൽസൺ ആദ്യമായിട്ടാണ് ആനപ്പുറത്ത് കയറുന്നത്. അപ്പോൾ നെൽസന് കുറച്ച് പേടിയുണ്ട് ആനയുടെ അടുത്ത്. അപ്പോൾ ആദ്യം തന്നെ നെൽസൺ വന്നപ്പോൾ തന്നെ ഞാൻ ആനയൊന്ന് തഴുകി തലോടി ആനയ്ക്ക് പഴമെല്ലാം കൊടുത്തിട്ട് ഇരിയുടെ അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ മറ്റേ ആനപ്പാപ്പാനെ കൊണ്ട് മുട്ട് കുത്തിച്ചിട്ട് ഞാൻ കയറിയിരുന്നു, ഒറ്റയ്ക്ക് കയറിയിരുന്നിട്ട് ഇദ്ദേഹത്തെ കാണിച്ചു. പിന്നെ നെൽസന് നാണക്കേടായിപ്പോയി. കാരണം ഞാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നെൽസൺ കയറിയില്ലേ, നാണക്കേടല്ലേ. അത് കാരണം ഒരു കണക്കിന് വലിഞ്ഞ് പിടിച്ച് കയറി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പരസ്യം ചെയ്യുന്ന സമയത്ത് ആനയും ഞാൻ ആനപ്പാപ്പാനായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ 2ാം പാപ്പാനും 1ാം പാപ്പാൻ നമ്മുടെ NL ബാലകൃഷ്ണൻ ചേട്ടൻ, 2 പേരും. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആനപ്പുറത്ത് കയറാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു ചെറിയ മടി, കാരണം ഈ ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ അടങ്ങി നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഭയങ്കര തലകുലുക്കും, ഒരു സ്റ്റഡിയല്ല ആൾ, ഭയങ്കര. അപ്പോൾ ഞാനിങ്ങനെ മാറുന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടാണ്. ആ തടിയും വെച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ NL ബാലട്ടൻ വലിഞ്ഞു കയറി 2-3 മണിക്കൂർ ആ ഷൂട്ട് തീരുന്നവരെ അതേ അതിൻ്റെ മുകളിലിരുന്നു. ഇരുന്നെല്ലാം ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം മാറി. അന്നേരം ഈ പാപ്പാൻ പറയുന്നുണ്ട് കയറിക്കോ, ഭയങ്കര ആവേശത്തിൽ പറയുന്നുണ്ട്. അന്നേരം എനിക്കെന്തോ ഒരു പേടി. ഞാൻ പറഞ്ഞു, ഈ വാലിൻ്റെ പുറകെ തൂങ്ങി കിടക്കുന്ന കാര്യമൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊരു ഡമ്മി വാലെ കൊണ്ടുവന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് ആനപ്പുറത്ത് കയറുന്നതിന് പകരം ഞാൻ NL ബാലട്ടൻ്റെ പുറത്ത് കയറി. കാരണം 2-1 നമുക്ക് ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറി ഞങ്ങൾ ഹ്യൂമറായിട്ടൊക്കെ അതങ്ങ് ചെയ്ത് വൃത്തിയായിട്ട്. ബാലട്ടനും വലിയ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാപ്പാനോട് ഇങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച വഴിക്കാണ് ഇദ്ദേഹം പറയുന്നത്, കുഴപ്പമില്ല, നല്ല അനുസരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ എല്ലാം കേൾക്കും. പിന്നെ ആകെ ഉള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ തൊടുപുഴ അമ്പലത്തിലിട്ട് 2 പേരെ കുത്തിക്കൊന്നു. ഒന്ന് ആലോചിച്ചേക്ക്, NL ബാലട്ടൻ്റെ ചങ്ക് ഡ്രം അടിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈബ്രേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം എന്നെ എടുത്ത് പിടിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അത്രയ്ക്ക് റിസ്ക് പിടിച്ച കാര്യമാണ് ആന. കാരണം എന്നാൽ തന്നെയും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ കഥാപാത്രമായിട്ടൊക്കെ നിൽക്കുമ്പം ചിലപ്പോൾ നമുക്കതൊക്കെ ചെയ്യേണ്ടി വരും. ഒരു സ്റ്റേജ് ഷോയിൽ ആളെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പേര് കഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകർക്ക് എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കും. കാരണം അവരുടെ ഒരു ഇഷ്ടവും താല്പര്യവും ഇല്ലാതെ നമുക്കൊരിക്കലും അത് സാധിക്കില്ല. അത് ഇന്നല്ലേ, പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ മത്സരിക്കാൻ വന്നു കഴിയുമ്പോൾ എനിക്കൊരു അപാരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ എതിരാളികളുടെ മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇയാൾക്ക് ഈ ഇങ്ങനെ ആയതുകൊണ്ടും ഈ സഹതാപവും കൊണ്ടാണ് ഇങ്ങനെ ഈ 1ാം സമ്മാനമൊക്കെ കിട്ടുന്നത്, തരംഗം കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷമങ്ങൾ ഉള്ള വാക്കുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു നിലയ്ക്കാത്ത കയ്യടി ഇന്നും തുടരുന്നതിലൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തരുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ യോജിക്കുന്നത്, അത് സ്റ്റേജിലാണെങ്കിലും സ്ക്രീനിലാണെങ്കിലും
പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് കോളേജ് കാലഘട്ടം മുതലേ പെൺകുട്ടികൾക്ക് കാമുകന്മാരെ കിട്ടിയില്ലെങ്കിലും അവർക്കൊരു നിത്യ കാമുകനുണ്ട്, അത് പക്രുവാണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പക്രുവും പെൺകുട്ടിയും ഈ വിഷയത്തിൽ ഒരു ഖണ്ഡിക എഴുതാം. ഒരു ഖണ്ഡിക എഴുതാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഖണ്ഡകാവ്യം എഴുതാം. എനിക്ക് തുടങ്ങട്ടെ. അല്ല, എന്തായാലും അത് മുഴുവൻ പറയാൻ ഈ എപ്പിസോഡിൽ പറ്റത്തില്ല. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യത്തിലും പിന്നിലല്ല എന്ന് തെളിയിക്കണം എന്നുള്ളൊരു ഭയങ്കര, കാരണം നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ വളരെ സുന്ദരന്മാരാണ്. ഇവർക്കൊക്കെ ഒരുപാട് പ്രണയങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പ്രണയങ്ങൾ താഴെ നിന്ന് അസൂയയോടെ നോക്കിക്കൊണ്ടുന്ന ഒരാളാണ് ഞാൻ. എല്ലാം താഴെ നിന്ന് വേദനയോടെ നോക്കിക്കാണുന്ന, വേദനിക്കുന്ന ഒരു ഹംസമൊക്കെ ആയിരുന്നു ഞാൻ. പിന്നീട് ഹംസത്തിന് തോന്നുവാണ് നമുക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഒരു ഐ ലവ് യു പറയാം എന്ന് വിചാരിച്ച് ഞാൻ ആ കുട്ടിയുടെ എത്തിയെന്നു. ഞാൻ കാര്യങ്ങൾ വളരെ നാണത്തോടു കൂടിയും ടെൻഷനോടുകൂടി അവതരിപ്പിക്കുന്നു. ആ കുട്ടി യാതൊരു ദയവില്ലാതെ എൻ്റെ മുഖത്ത് എടുത്തടിച്ച പോലെ പറഞ്ഞു. എനിക്കങ്ങനെ ഒന്നുമില്ല, എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ഒരു വാത്സല്യം തോന്നുന്നത്, കൊച്ചു കുട്ടിയെ പോലെയാണ്. പിന്നെ നമ്മളൊക്കെ മനസ്സിലായി ഇതാണ് ആയുധം. പിന്നെ ഞാനങ്ങ് വാവയായി. എത്ര പെൺകുട്ടികൾ എല്ലാവരും മലയാള സിനിമയിൽ എന്നെ എടുക്കാത്ത നായികമാർ വളരെ കുറവാണ്. ആണോ? പൊക്കിയെടുത്ത് നടക്കാതെ അത്ഭുത ദ്വീപിലെ മല്ലിക കപൂർ തുടങ്ങിയിട്ട് അത്യാവശ്യം സിനിമ സ്ക്രീനിലല്ലാതെ ഞാൻ പകർച്ചേട്ടനെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയെടുത്ത് ഓ ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെയുള്ള യാതൊരു വലിയ ഭാവവും ഇല്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാം, എടുത്തോ, പക്ഷെ താഴെ ഇടരുത്. കാരണം ആ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വന്നാൽ നമ്മൾ ഉടഞ്ഞില്ലാണ്ടായിപ്പോവും, അതുണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ ഇവരുടെയൊക്കെ ആഗ്രഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റൂ. എത്ര അല്ലേ, ഇത്രയും വലിയ തത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല, അതും സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ട്. പക്ഷെ ഇതിനിടയിൽ ഭാര്യ പറഞ്ഞു വേണ്ട കേട്ടോ, കൂടുതൽ അങ്ങനെ എടുപ്പിക്കുകയൊന്നും വേണ്ട, അതുകൊണ്ട് ഇപ്പം ഞാൻ എടുപ്പിക്കുകയാണോ അടുപ്പിക്കാതിരിക്കണോ? അല്ലേ, അവളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമല്ലേ. സിനിമ ഒരു ഓട്ട മത്സരമാണ്. ഈ പക്രു എത്രാം സ്ഥാനത്താണ്? ഞാൻ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. കാരണം ഈ ഓടുന്നല്ല, ഓട്ടമല്ല ഇത്. എല്ലാത്തിൻ്റെ അവസാനം ഒരു കുത്തുണ്ടല്ലോ, അങ്ങനെ ഒരു കുത്താവാനാണ് എനിക്കിഷ്ടം. അപ്പം നമ്മളവിടെ ഉണ്ടാവും. എന്തിൻ്റെ അവസാനം ഒരു എന്താ പറയുന്നത്, ഇങ്ങനെയും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയണം.